ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോയിലേക്ക് സ്വാഗതം. ഒരു ലോങ് പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് അധികം സംഭവ വികാസങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ തന്നെയായിരുന്നു. കുറെ അധികം നമ്മൾ കാത്തിരുന്ന കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം നിറഞ്ഞൊരു പ്രൊമോ ആയിരുന്നു. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട ചില ഹൈലൈറ്റുകളെ പറ്റി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ പറ്റി നമുക്ക് സംസാരിക്കാം, അല്ലേ? അതല്ലേ നല്ലത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ അത് ബില്ല് ഒരു യുവാവ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ റിസപ്ഷനിൽ നിന്ന് അഞ്ജലിയോട് പറയുമ്പോൾ അത് ആരാണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അഞ്ജലിയും. അതുപോലെ തന്നെ ശ്യാമളാമ്മ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. എന്താണെങ്കിലും അത് ആരാണെന്ന് പോയി നോക്കുമ്പോൾ കാണുന്നത് അതായത് നമ്മുടെ അർജുനാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അർജുൻ ഇങ്ങനെ വന്നു എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അർജുനാണ് പേയ്മെന്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അർജുൻ പറയും, അതായത് ഞാനാണ് പേയ്മെന്റ് ചെയ്തത്, എന്നോട് അമ്പാടി പറഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്തതെന്ന് പറയും. അർജുൻ കള്ളം പറയും. അമ്പാടി എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം. അമ്പാടി അടുത്ത് പൈസ പോലും എടുക്കാനില്ല. അപ്പോഴാണ് ഒരു മാസത്തെ പേയ്മെന്റ് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമെന്ന് അഞ്ജലി ചോദിക്കുന്നത് അമ്പാടിയോട്. അപ്പോൾ അമ്പാടി നമ്മുടെ അർജുനോട് പറഞ്ഞ അർജുൻ ഇതെല്ലാം മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അർജുൻ അത് പറയുന്നില്ല, അമ്പാടിയാണ് ചെയ്തത് എന്ന് പറയാം. അമ്പാടി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയണം. അപ്പത്തേനും അഞ്ജലി കൂടി പറയുമോ, എത്ര നല്ല മനുഷ്യനാണ് ഈ അമ്പാടി, നമുക്ക് വേണ്ടിയിട്ട് വന്ന് പേയ്മെന്റ് ചെയ്തതെല്ലാം വളരെ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു അഞ്ജലി പറയുമ്പോൾ അർജുൻ മനസ്സിലോർക്കും, ഓ അമ്പാടി നീ എന്തോ ഒരു മനുഷ്യനാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അർജുന്റെ മനസ്സിൽ ഓർക്കുകയാണ്. എന്താണെങ്കിലും അപ്പൊ ഇതിനിടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അതിനുശേഷം അർജുനോട് വളരെയധികം സന്തോഷത്തോടെ അർജുനോട് അഞ്ജലിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് പോകുമ്പോൾ ശരിക്കും അച്ഛൻ ഒട്ടും ഒരു നല്ല രീതിയിലല്ല ശിവരാമൻ ബിഹേവ് ചെയ്യുന്നത്. ഒരു കോൺഷ്യസ് അല്ലാത്ത പോലെയാണ് ശരിക്കും ബിഹേവ് ചെയ്യുന്നത്. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഡിസ്ചാർജ് എടുക്കുന്നു. അച്ഛൻ അപ്പോഴും ഇങ്ങനെ വിട്ടങ്ങ് പോവുകയാണ്, ഓടി അങ്ങ് പോയി. അപ്പൊ എന്താണെങ്കിലും ഒരു ഡിസ്ചാർജ് ചെയ്ത് അച്ഛനെ കൊണ്ട് പുറത്തേക്ക്. അപ്പം അച്ഛനിങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അർജുൻ ചോദിക്കണം, അർജുൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയും. വേണ്ട, ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് അഞ്ജലി പറയണം. അപ്പൊ അങ്ങനെ അച്ഛന്റെ പുറകെ അഞ്ജലി ഓടി അങ്ങ് പോവുകയാണ്. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാമനുണ്ണി വക്കീലും അസിസ്റ്റന്റും കൂടെ കൂടിയിട്ട് നമ്മുടെ എസ് ഐ ജാഫറിന്റെ അടുത്ത് ചെല്ലുകയാണ്. നമുക്കറിയാം എന്നും അഞ്ജലിക്ക് ഒരു സപ്പോർട്ടായി നിൽക്കുന്ന ഒരു എസ് ഐ ആണ് ജാഫർ. അപ്പൊ ജാഫറിന്റെ അടുത്ത് നിന്നിട്ട് ആ കുറിപ്പിന്റെ അടുത്ത് നിന്ന് മിസ്സായ CCTV ദൃശ്യങ്ങൾ കണ്ടെടുത്ത് കൊടുക്കണം. പക്ഷെ അത് കംപ്ലൈന്റ് ആയിട്ട് അവർക്ക് തരാനും പറ്റത്തില്ല. അത് എടുത്തു കൊടുത്തേ പറ്റത്തുള്ളൂ, കുറച്ച് ആവശ്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പൊ ജാഫർ ഒരു രീതിയിലും വഴങ്ങുന്നില്ല. SI ജാഫർ നമുക്കറിയാം അഞ്ജലിക്ക് സപ്പോർട്ടാണ്. അപ്പൊ ഒരു രീതിയിലും വഴങ്ങത്തില്ല. നിങ്ങൾ ഇമെയിൽ കംപ്ലൈന്റ് ആയിട്ട് തരും, എങ്ങനെ ഞാൻ ഇത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെച്ച വെള്ളം എന്തായാലും നടപടിയാകാൻ പോകുന്ന കേസല്ല, അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ജാഫർ അറുത്തു മുറിച്ച് പറയുകയാണ്. അപ്പോൾ രാമനുണ്ണിക്ക് കലിപ്പങ്ങോട്ട് അടിച്ചു കയറും. അപ്പൊ തന്നെ അയാൾ ഫോൺ വിളിച്ചിട്ട് പറയും, മറ്റേ അയാളുടെ അനുയായിയായ ഒരാളെ SI ആയിട്ട് ഇങ്ങോട്ട് വരാൻ പോകണം, തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ജാഫർ ഈ രാമനുണ്ണി വക്കീലിനെ എതിർത്ത് നിൽക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സ്ഥലം മാറ്റം കിട്ടി പോവാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ അത് ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അഞ്ജലിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി. അത് അവിടെ നിന്ന് പോകേണ്ടി വരികയാണ്. കാരണം ഈ രാമനുണ്ണി വക്കീലിന്റെ ഹോൾഡ് യൂസ് ചെയ്ത് അയാൾ ശരിക്കും ആ സംഭവം ചെയ്യാണ്. എന്താണെങ്കിൽ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം കടം സംബന്ധിച്ച് അഞ്ജലി വീട്ടിലേക്ക് അച്ഛനെ കൊണ്ട് എത്തുകയാണ്. അച്ഛനാണ് വളരെ എന്താ പറയാ കോൺഷ്യസ് അല്ലാത്ത, ഹോസ്പിറ്റലിൽ വെച്ച് കാട്ടിയതുപോലെ അതേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. വീടിനകത്തേക്ക് ഓടി കയറി പോവുകയാണ്. വീടിനകത്തേക്ക് ഓടി കയറി ചെല്ലുന്നു. പെട്ടെന്ന് ഫുഡൊക്കെ ഇങ്ങനെ തപ്പുന്നു, എന്താ പറയാ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി ചെല്ലുന്നു. അവിടെ നിന്ന് ചോറ് നോക്കുന്നു, കറിയിട്ട് തൂക്കുന്നു. അങ്ങനെ എന്താ പറയാ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ചോറ് വാരിക്കോരിയിട്ടുന്നു. ശ്യാമളെ കറി വേഗം സാമ്പാർ വിളമ്പിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വളരെ അൺയൂഷ്വൽ ആണ്. അപ്പൊ അഞ്ജലി ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അഞ്ജലി പറയും, അമ്മേ അച്ഛന് കറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക, എന്നിട്ട് വേഗം ഇങ്ങോട്ട് പോരെന്ന് പറയാണ്ട് അടുക്കളയിൽ നിന്ന്. അപ്പൊ അങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇടിത്തി പോലെ അടുത്ത സംഭവം വരുന്നത്. അതായത് അപ്പോൾ ഈ രാമനുണ്ണി വക്കീല് ഏർപ്പാടാക്കിയ പുതിയ SI ആയിട്ട് വരുന്ന ദുഷ്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാള് ജീപ്പിൽ വന്ന് ഇങ്ങനെ ഇറങ്ങണം. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം എന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കേസാണ്. മിക്കവാറും ഈ CCTV ആയി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും
അതിനൊരു തെളിവ് കണ്ടുപിടിക്കാൻ, അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും അയാൾ വന്നിറങ്ങിയ തന്നെ ഒരു ടെറർ സീനുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ അഞ്ജലിയുടെ ഫ്രണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയാളോട് ചോദിക്കും താൻ ആരാ? അപ്പൊ ഈ കോളനിയിലെ ഓട്ടോ താനാണല്ലേ, അപ്പൊ തനിക്കറിയായിരിക്കും ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആകെ ടെറർ സീൻ അടിക്കുകയാണ്. ഇതിനിടയിൽ പത്മ ഓടിച്ചെന്ന് നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു പുതിയൊരു എസ് ഐ ആണ് വന്നെന്ന് തോന്നുന്നുണ്ട്, പുള്ളിയെ കണ്ടിട്ട് ആകെ വളരെ റൂഡായിട്ട് വളരെ റോങ് ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ്. അപ്പൊ അഞ്ജലി പുറത്തേക്ക് ഇറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് എസ് ഐ ഓട്ടോച്ചേട്ടനോട് ചോദിക്കും ഈ അഞ്ജലിയുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത്. കാരണം കലിപ്പടിച്ച് ചോദിക്കുകയാണ്. അപ്പൊ അഞ്ജലിയുടെ വീട് പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഓട്ടോ ചേട്ടൻ പറയുന്ന ആ സമയത്ത് തന്നെ അഞ്ജലി കൂടെ ഇറങ്ങി വരുന്നത് ഞാനാണ് അഞ്ജലി എന്ന് പറയും. അപ്പൊ ഓട്ടോ ചേട്ടൻ പറയും ഇതാണ് അഞ്ജലി, അത് നിന്നോട് ഞാൻ അഞ്ജലി ഏതാന്ന് നിന്നോട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖത്തിന്റെ ഒറ്റ അടിക്കും. അപ്പൊ എല്ലാവരും ഷോക്കഡായി പോകും. ശരിക്കും എല്ലാവരും ഷോക്കായി പോകും. അപ്പോൾ അടി കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പത്തേനും എനിക്ക് അഞ്ജലിയുടെ വീട് അറിയണം, എനിക്ക് അല്ല അഞ്ജലി അറിയേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞത്തേനും അഞ്ജലി അപ്പൊ തന്നെ വന്ന് ചോദിക്കും എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പത്തേനും എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാനാണ് അഞ്ജലി, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ കാര്യങ്ങൾ അറിയേണ്ടത്? കളിപ്പടിച്ചതിന് അഞ്ജലി ഒട്ടും വിട്ടുകൊടുക്കാതെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേനും എസ് ഐ ഒന്ന് പരിങ്ങും. എസ് ഐ പരിങ്ങല്ല, അപ്പത്തേനും എസ് ഐക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്നൊന്ന് നടപടി ആവുന്ന കേസല്ലാണ്. അപ്പൊ അഞ്ജലിയോട് പറയും നിനക്ക് ഇച്ചിരി ഇത് കൂടുതലാണ്, എന്താ പറയാ കുറച്ച് സ്മാർട്ട്നെസ് കൂടുതലാണ്, അവിടെ കോടതി കാട്ടുന്ന പോലത്തെ ഡയലോഗും ചോദ്യങ്ങളും ഇവിടെ നീ നടത്തുകയാണല്ലേ, എന്തായാലും നിന്നോട് കുറച്ച് കാര്യങ്ങൾ നീ പറയാനുണ്ട്, എന്താണെങ്കിലും അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അഞ്ജലിനെയും വിളിച്ച് അകത്തേക്ക് പോകുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന വീക്കെൻഡ് പ്രൊമോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താ പറയാ കുറച്ച് അധികം സംഭവങ്ങൾ നിറഞ്ഞൊരു വീക്കെൻഡ് പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആദ്യം തന്നെ അനുപമ അഞ്ജലി ബന്ധം എന്താണെന്ന് രാമനുണ്ണി വക്കീൽ അറിയുകയാണ്. അനുപമ ആരാണ് അഞ്ജലിക്ക് സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യം രാമനുണ്ണി വക്കീൽ തിരിച്ചറിയുകയാണ്. അടിച്ചിറക്കാണ് ശരിക്കും പറഞ്ഞാല് അനുപമേനെ അവിടെ രാമനുണ്ണി വക്കീൽ അടിച്ചിറക്കുകയാണ്. ഇനി മേലെ നിന്നെ കാണാൻ ഇടവരരുത്, എനിക്ക് നിന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കി വിടുകയാണ്. ഇങ്ങനൊരു തിരിച്ചടി ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും അനുപമ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും. എന്നാണെങ്കിലും ഇതൊക്കെ അറിയും എങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് അനുപമ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും രാമനുണ്ണി വക്കീൽ ഈ സംഭവം തിരിച്ചറിഞ്ഞ് അഞ്ജലി അനുപമ ചതിക്കുകയായിരുന്നു എന്നെല്ലാം ഇത് പറയാതിരുന്ന് എന്തൊക്കെ പറഞ്ഞാൽ ചതി തന്നെയാണ്. കാരണം കാര്യം പറയുകയാണെങ്കിൽ ഈ രാമനുണ്ണി വക്കീലിനൊപ്പം എല്ലാ ദുഷ്ടത്തരത്തിനും അഞ്ജലിക്കെതിരെ കൂട്ടുനിന്നെങ്കിൽ പോലും ഒരിക്കലും അനുപമ അഞ്ജലിക്ക് ആരാണെന്ന് ഒരിക്കലും രാമനുണ്ണി വക്കീൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തൊക്കെ നോക്കിയാലും ഇത് ചതി തന്നെയാണ്. അത് ഒരിക്കലും രാമനുണ്ണി വക്കീലിന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. ഇത് നോക്കി നിൽക്കുന്ന അബീനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുപമയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി രാമനുണ്ണി വക്കീൽ വിട്ടു എന്ന് പുറമേ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുപമ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സീന് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുപമ ആലോചിക്കുന്നുണ്ടാവും ഇനി അഞ്ജലിക്കെതിരെ ഇനി എന്താ ചെയ്യാൻ പറ്റുക, തിരിച്ച് അതുപോലെ തന്നെ രാമനുണ്ണി വക്കീലിലേക്ക് വീട്ടിലേക്ക് തിരിച്ച് കയറാനായിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനുള്ള കുറെ അധികം കാര്യങ്ങൾ മിക്കവാറും ഈ അനുപമ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അഞ്ജലിക്കെതിരെ വളരെ ക്രൂരമായ സംഭവങ്ങൾ എന്തെങ്കിലും അപ്പൊ അഞ്ജലി വേണേ ഇല്ലാതാക്കാൻ പോലും ഈ അനുഭവം മടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണമാണ് ഈ അനുപമയ്ക്ക് ഏറ്റവും വലുത്, ബന്ധങ്ങളും രക്തബന്ധവും ഒന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ വീട്ടിൽ അനുപമ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസും അച്ഛൻ എന്തോ വെള്ളം കുത്തി തലയൊഴിക്കുന്നതും അങ്ങനെ കുറെ സീനുകളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അർജുന് ഇങ്ങനെയുള്ള കേസുകൾ ഇടപെടുകയും അർജുന് എന്താ പറയാ അഞ്ജലി കുറെ അധികം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന പ്രമേയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുപമ ആരാണെന്ന് രാമനുണ്ണി വക്കീൽ തിരിച്ചറിയും. അതുമായി ബന്ധപ്പെട്ട കുറെ അധികം സംഭവ വികാസങ്ങളാണ് അടുത്ത വീക്കിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതുമായി വീക്കെൻഡ് പ്രൊമോയെ ബന്ധപ്പെട്ട വിശദീകരിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് വളരെ റിക്വസ്റ്റ് ചെയ്യാണ്.
അപ്പോൾ കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.